എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്റർവ്യൂവിന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ടീം നിങ്ങളോട് പല ചോദ്യങ്ങളും ചോദിക്കുന്നു. നിങ്ങൾ ആകെ വിളറി വെളുത്ത് പല ചോദ്യങ്ങൾക്കും മറുപടി പറയാനാവാതെ ഉഴലുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ മനസ്സിലൊന്ന് കണ്ടു നോക്കൂ. എന്തുമാത്രം മോശമാണ്, എന്തുമാത്രം സെൽഫ് പിറ്റിങ് ആയിട്ടുള്ളൊരു അനുഭവമാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമ്മൾ ഓവർകം ചെയ്യണ്ടേ? അത് ഓവർകം ചെയ്യണമെങ്കിൽ അത് അത്ര എളുപ്പമാണോ? എളുപ്പമാണ് എന്ന് ഞാൻ പറയുകയുള്ളൂ. കാരണം അത് എളുപ്പമാക്കാൻ തക്കവണ്ണമുള്ള, അതായത് ഒരു ഇന്റർവ്യൂ ബോർഡിനെ ഫേസ് ചെയ്യുമ്പോൾ ആ ഇന്റർവ്യൂ ബോർഡിനെ ഇംപ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അത് നിങ്ങൾ ചെയ്യുവാനുള്ള 10 സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് ആണ് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ വീഡിയോ മുഴുവനായും കാണാൻ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ബെൽ ബട്ടൺ അമർത്തുവാൻ മറക്കരുത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. ഇന്റർവ്യൂ ബോർഡിനെ ഇംപ്രസ് ചെയ്യുവാനും ആ ജോലി നേടിയെടുക്കുവാനും നിങ്ങൾ ചെയ്യേണ്ടതായ 10 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ നമ്പർ 1, നിങ്ങൾ ആ ജോയിൻ ചെയ്യാൻ പോകുന്ന കമ്പനിയെക്കുറിച്ചും നിങ്ങളുടെ ജോലിയെക്കുറിച്ചും നിങ്ങളുടേതായ രീതിയിൽ എല്ലാ റിസർച്ചും നടത്തുക എന്നുള്ളതാണ്. പരമാവധി കമ്പനിയെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക. പരമാവധി ആ കമ്പനിയുടെ റോൾ എന്താണെന്ന് അറിയുവാൻ ശ്രമിക്കുക. ആ കമ്പനിയിൽ നിങ്ങൾ അപേക്ഷിക്കുന്ന ജോലിയെക്കുറിച്ച് അറിയുവാൻ ശ്രമിക്കുക. ആ ജോലി നിങ്ങൾ എങ്ങനെ ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ഒരു മുൻധാരണ ഉണ്ടാക്കാൻ തക്കവണ്ണം ഒരു റിസർച്ച് നടത്തി ഇന്റർവ്യൂവിന് പോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവരത് ചോദിക്കും, നിങ്ങൾ എന്താണ് ഈ കമ്പനിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് എന്നവർ ചോദിക്കും. കൃത്യമായ മറുപടി നിങ്ങൾക്ക് പറയുവാൻ കഴിയും എന്നുള്ളതും. നല്ല വസ്ത്രധാരണം പലരെയും ഇംപ്രസ് ചെയ്യിക്കും. ബോർഡിനെ കംപ്ലീറ്റ് ഇംപ്രസ് ചെയ്യിക്കുന്ന ഒരു സംഭവമാണ് ഈ നല്ല വസ്ത്രധാരണം. നല്ല വസ്ത്രധാരണം എന്ന് പറയുമ്പോൾ മുഷിഞ്ഞ വസ്ത്രധാരണം പാടില്ല എന്നോ മുടിഞ്ഞ വസ്ത്രധാരണം പാടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ കാഷ്വലായി പോകുന്നതിനേക്കാളും നല്ലത് കുറച്ചുകൂടി ഒന്ന് ഗെറ്റപ്പോട് കൂടി ലുക്കിംഗ് സ്മാർട്ട് എന്നുള്ള നിലയ്ക്ക് നല്ല തേച്ച പാൻറ്റും ഇൻസേർട്ട് ചെയ്ത ഷർട്ടും, മേ ബി ഫുൾ കൈ ആണെങ്കിൽ ഫുൾ കൈ, മടക്കി വെക്കുന്നത് കൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. ടൈ കെട്ടുന്നത് നിർബന്ധമൊന്നുമല്ല. പക്ഷെ ടൈ കെട്ടിയാൽ ടൈഡിനെസ്സിനെ കാണിക്കുന്നു. ഒരു കാരണവശാലും മുടി പാറിപ്പറന്നിരിക്കരുത്. നല്ലപോലെ ചീകി വെക്കുക. താടി ഉണ്ടെങ്കിൽ താടി ചീകി വൃത്തിയാക്കി ട്രിം ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. മീശ ഉണ്ടെങ്കിൽ ട്രിം ചെയ്ത് വെക്കണം. പൗഡർ ഇടണം, പൊട്ട് കുത്തണം എന്നൊന്നുമല്ല വിഷയം. യു ഷുഡ് ലുക്ക് സ്മാർട്ട്, യു ഷുഡ് ലുക്ക് ക്ലീൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ ഫസ്റ്റ് ലുക്ക് തന്നെ ഇംപ്രസീവ് ആവാൻ അത് സഹായിക്കും. സമയത്തിന് മുൻപ് എത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് ഇന്റർവ്യൂവിന്റെ സമയം എത്രയാണോ അതിനൊരു 1/4 മണിക്കൂർ മുമ്പെങ്കിലും ഇന്റർവ്യൂ സ്പോട്ടിൽ എത്താനും ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഇരിക്കുക വഴി മറ്റാളുകളെ, അവിടെ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്ന മറ്റാളുകളെ ഒബ്സർവ് ചെയ്യുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ റിലാക്സ് ആവുന്നു. പല കാര്യങ്ങളും മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് മാത്രമല്ല, തീർച്ചയായും വരുന്ന ഓരോരുത്തരെയും ഒബ്സർവ് ചെയ്യുവാൻ അവിടെ മറ്റുള്ളവർ ഉണ്ടാവും എന്നുള്ളതും ഓർത്തിരിക്കുക. അപ്പോൾ സമയത്തിന് മുമ്പ് തന്നെ എത്താൻ ശ്രമിക്കുക. ഇന്റർവ്യൂവിന് കയറുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ പുറത്തിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ഈവൻ വൈബ്രേഷൻ പോലും ഇന്റർവ്യൂ ബോർഡിന് ഇറിറ്റേറ്റിംഗ് ആവും എന്നുള്ളത് ഒരു കാരണവശാലും നമ്മൾ അങ്ങ് തള്ളിക്കറിയേണ്ട ഒരു വിഷയമല്ല. കാരണം നിങ്ങൾ അവിടെ അവരെ ഇംപ്രസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ പാടില്ല. ഇവൺ ഒരു വൈബ്രേഷൻ പോലും, ഒരു മെസ്സേജ് ടോൺ പോലും അവിടെ നിങ്ങളെക്കുറിച്ച് അവമതിപ്പ് ഉണ്ടാക്കാനാണ് സഹായിക്കുക. അതുകൊണ്ട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ മറക്കരുത് എന്നർത്ഥം. അവർ നിങ്ങൾക്ക് ഹാൻഡ് ഷേക്ക് തരികയാണെങ്കിൽ, നിങ്ങളുടെ ഇന്റർവ്യൂ ബോർഡ് നിങ്ങൾക്ക് ഹാൻഡ് ഷേക്ക് തരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നല്ല ഫേം ആയിട്ടുള്ള ഹാൻഡ് ഷേക്ക് കൊടുക്കണമെന്നർത്ഥം. അവരുടെ കൈകളിൽ കൃത്യമായി പിടിച്ച് അമർത്തി, നല്ലപോലെ അമർത്താനല്ല പറയുന്നത്, ഫേം ഗ്രിപ്പ്, അതായത് ആ കോൺഫിഡൻസ് അവിടെ പ്രതിഫലിക്കണം. നിങ്ങളുടെ കൈകൾ ഉയർത്തിരിക്കുന്നെങ്കിൽ അവിടെ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ പാൻറിൽ ആ കൈകൾ ഒന്ന് ഉരയ്ക്കുന്നത് നന്നായിരിക്കും. ഒരു ചെറിയ വാംത്ത് എപ്പോഴും ഹാൻഡ് ഷേക്കിനെ കൂടുതൽ പെർഫെക്റ്റ് ആക്കി മാറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചിരിക്കാൻ ശ്രമിക്കുക. ചിരിക്കണം എന്നുള്ളതും പുഞ്ചിരിക്കുക എന്നുള്ളതും രണ്ടും രണ്ടായി കാണേണ്ട ആവശ്യമൊന്നുമില്ല. പുഞ്ചിരിയാണ് ആവശ്യം. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് ചെന്നാൽ തീർച്ചയായും അത് നിങ്ങളുടെ കോൺഫിഡൻസിനെയും ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള ആ ഒരു സാഹചര്യത്തെയും ഭംഗിയായി പ്രതിഫലിപ്പിക്കും. അത് നിങ്ങൾക്ക് ഗുണകരമാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.
അതേപോലെ ബോഡി ലാംഗ്വേജ്, നിങ്ങളുടെ ശരീരത്തിന്റെ ഒരുതരം ജസ്റ്റേഴ്സ് ഉണ്ട്, നിങ്ങളുടെ ഭാഷയുണ്ട്. അതായത് കോൺഫിഡൻ്റ് ആയി ഇരിക്കുക, അല്ലെ, ചിൻ മുകളിലോട്ട് വെച്ച് നേരെ കണ്ണുകൾ രണ്ടും നേരെ നോക്കിയിരിക്കുക, സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക, കൈകൾ രണ്ടും വശങ്ങളിലിടുക, ടാപ്പ് ചെയ്യരുത്, ഫിഡ്ജറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത്, കാലിളക്കരുത്, നടന്നു വരുമ്പോൾ കോൺഫിഡൻ്റ് ആയി സ്ട്രോങ് ആയി നടന്നു വരിക. നടത്തത്തിനൊരു സ്റ്റൈല്, നിങ്ങളുടേതായ സ്റ്റൈൽ, മറ്റാരുടെയും സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളതല്ല, നിങ്ങളുടേതായ സ്റ്റൈലിൽ വരിക. നിങ്ങളുടെ ഓരോ ശരീര ഭാഷയും അവർക്ക് അപ്പീൽ ഉണ്ടാക്കുന്ന തരത്തിൽ കോൺഫിഡൻ്റ് ആവണം എന്നുള്ളത് മുൻകൂട്ടി പ്രാക്ടീസ് ചെയ്യുക. ഇന്റർവ്യൂവിനിടയിൽ നോട്ട്സ് എഴുതുന്നത് എപ്പോഴും ഇന്റർവ്യൂ ബോർഡിന് അപ്പീലിംഗ് ആയിരിക്കും. അതായത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പലതും മറന്നു പോകാതിരിക്കാൻ അവരൊരു പക്ഷേ ഒരു 1-2 മിനിറ്റ് നീളുന്ന ഒരു സിനേറിയോ തരും. അതിൽ നിങ്ങൾക്ക് മറുപടി പറയാൻ പറയും. ആ സിനേറിയോ നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. മൊത്തം ഇന്റർവ്യൂവിന്റെ ചെറിയ ചെറിയ പോയിന്റ്സുകൾ നോട്ട് ചെയ്യാം. ഇതെല്ലാം അവരെ ഇംപ്രസ് ചെയ്യാൻ സഹായിക്കും. ബിക്കോസ് അവർക്ക് അവിടെ ഒരു കൺഫർമേഷൻ കിട്ടുകയാണ്, യു ആർ സീരിയസ് അബൌട്ട് ദിസ്, യു ആർ നോട്ട് എ കാഷ്വൽ വിസിറ്റർ. ഒരു കാഷ്വൽ ഇന്റർവ്യൂവിന് വെറുതെ ഒരു ഇന്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്ത് വന്നേക്കാം എന്നുള്ള ആറ്റിറ്റ്യൂഡ് അല്ല നിങ്ങൾക്ക് എന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കും. അത് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ഒരു കാരണവശാലും ചിന്തിക്കരുത്, ഒരു ഇന്റർവ്യൂ നടക്കുന്നു, ഒന്ന് പോയി കണ്ടു വന്നേക്കാം, ഒരു എക്സ്പീരിയൻസ് അല്ലേ. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ഓരോ ഇന്റർവ്യൂവും യൂണീക്കാണ്, എക്സ്പീരിയൻസ് ആണ് എന്ന് പറയുന്നതിനേക്കാളും ഈ ഇന്റർവ്യൂ എനിക്ക് പ്രധാനപ്പെട്ടതാണ് എന്ന് ചിന്തിച്ച് അതിന് വേണ്ടതായിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്തു പോകുന്നത് തന്നെയാണ് എപ്പോഴും ഉചിതം. പല ജോലികളും നിങ്ങൾക്ക് കിട്ടാതാവുന്നത് ആ ഒരു മുൻവിധിയോടുകൂടിയാവും എന്നുള്ളത് ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ CV അത് നല്ലൊരു എക്സ്പേർട്ടിനെ കൊണ്ട്, ഈ വിഷയത്തിൽ അറിവുള്ള ഒരു വ്യക്തിയെ കൊണ്ട് വളരെ കൃത്യമായി പ്രിപ്പയർ ചെയ്യിക്കേണ്ടത് വളരെ നല്ലൊരു വിഷയമാണ്. കാരണം നമ്മൾ തന്നെ അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ, നമുക്ക് എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തോളൂ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നോവൈസ് ആയിട്ടുള്ള ആളുകൾ, പുതിയതായോ അല്ലെങ്കിൽ അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഫോൾട്ടുകൾ വരും. അപ്പോൾ ഈ ഫോൾട്ടുകളൊക്കെ അവർ പെട്ടെന്ന് നോട്ട് ചെയ്യും. അത് ഇല്ലാതിരിക്കാൻ നിങ്ങൾ തീർച്ചയായും ഒരു എക്സ്പേർട്ടിനെ കൊണ്ട് നിങ്ങളുടെ CV ഒന്നുകിൽ അവരെ കൊണ്ട് പ്രിപ്പയർ ചെയ്യിക്കുക, അല്ലെങ്കിൽ നിങ്ങളത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം 1-2 എക്സ്പേർട്സിനെ കാണിച്ച് അതിനെക്കുറിച്ച് സംസാരിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തി വേണം നിങ്ങൾ ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ ചെല്ലാൻ. അവസാനത്തെ പോയിന്റ് ആണെങ്കിലും വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഈ ഇന്റർവ്യൂവിന് ഇടയ്ക്ക് നിങ്ങൾ അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒരു കാരണവശാലും മോശകരമല്ല എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. അതായത് അവരൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്കൊരു സംശയമുണ്ട്, ആ സംശയം ക്ലാരിഫൈ ചെയ്തതിന് ശേഷം അതിന് മറുപടി പറയുന്നതായിരിക്കും ഉത്തമം. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കണം. ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സ്കൂൾ കുട്ടികളല്ല നമ്മൾ. ഈ വിഷയത്തിൽ എത്രത്തോളം സീരിയസ് ആണ്. ക്ലാസ്സിൽ ഒരു പക്ഷേ ടീച്ചർമാരോട് ചോദ്യം ചോദിച്ചാൽ ഒരു പക്ഷേ ടീച്ചർമാർ അതിനെ കാണുന്നത് വേറെ രീതിയിലായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. നിങ്ങളൊരു സീരിയസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെന്നും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മറുപടി പറയാൻ വരുന്ന സന്നദ്ധനാകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുമുള്ള രീതിയിൽ അവരെ ഇംപ്രസ് ചെയ്യാൻ, ബോർഡിനെ ഇംപ്രസ് ചെയ്യാൻ ഇത് സഹായിക്കും. ഈ പറഞ്ഞ 10 പോയിന്റുകൾ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യൂ. വേറെയും പോയിന്റുകൾ കാണാം. എനിക്ക് തോന്നിയ 10 പോയിന്റുകൾ, എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നിയ 10 പോയിന്റുകളാണ് ഞാൻ ഈ വീഡിയോയോട് അവതരിപ്പിച്ചത്. ഈ വീഡിയോ മുഴുവനായും കണ്ടതിൽ എല്ലാവർക്കും നന്ദി. നമസ്കാരം.